വിദ്യാർത്ഥി പ്രക്ഷോഭം നേരിടാൻ കൂടുതൽ കേന്ദ്ര സേനയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ നിന്ന് 20 കമ്പനി CRPF ഡൽഹിയിലേക്ക് എത്തും. പ്രതിഷേധക്കാരെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തുന്നുണ്ട്. അതിനിടെ സോനം വാങ്ചുക്കിനെ കേന്ദ്രമന്ത്രിമാർ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. ബി ബാലഗോപാൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ബാലു, എന്തിനാ ഈ ഒരു വലിയ സേനയുടെ അകമ്പടി എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം, ഈ സേനയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അതിക്രമം, ഇന്നലെ പ്രതിപക്ഷം ഇതിന് ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഈ സമരം തുടങ്ങിയിട്ട് കുറേ ദിനങ്ങളായി ഏതെങ്കിലും തരത്തിൽ സമാധാനം വിട്ടിട്ട് അതിക്രമത്തിലേക്ക് മുതിരുന്ന തലത്തിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ലായിരുന്നു വിദ്യാർത്ഥി സമൂഹം. അവർ പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം ഉയർത്തിയും വളരെ സമാധാനപരമായി ജനാധിപത്യപരമായാണ് പ്രതിഷേധിച്ചിരുന്നത്. ആ പ്രതിഷേധത്തെ ഇനിയും ബലാത്കരമായി തന്നെ നേരിടുക, അത് മുന്നോട്ട് പോയാൽ എന്നുള്ളതാണോ കേന്ദ്രം ഇനി എടുക്കുന്ന ഒരു നിലപാട്? അതോ അതിനപ്പുറത്തേക്ക് പിടിവാശി വിട്ട് കുട്ടികളാകെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുചിതമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് നീതി നൽകുന്ന ഒരു നടപടി അത് സ്വീകരിക്കില്ല എന്നാണോ? അക്ഷയ, ഈ ഡൽഹിയിലെ പ്രത്യേക ഇപ്പോഴത്തെ ഈ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ കേന്ദ്രസേനാംഗങ്ങളെ വിന്യസിക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ സമയത്ത് വിന്യസിച്ചിരുന്ന ഈ കേന്ദ്രസേനാംഗങ്ങളിൽ ഒരു വിഭാഗത്തിനെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരം കുറച്ച് ദിവസം കൂടി നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ CJPയുടെ സമരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ CJP മാത്രമല്ല, കോൺഗ്രസും അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളും കൂടി സമരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായും വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കും എന്ന ഒരു ആശങ്ക ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആ സാഹചര്യത്തിലാണ് കൂടുതൽ കേന്ദ്രസേനാ അംഗങ്ങളെ ഡൽഹിയിൽ ഇപ്പോൾ വിന്യസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലെ നിരത്തുകളിൽ കൂടുതലായി വിന്യസിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൂരെ ദൃശ്യങ്ങളിൽ കാണാം, ഈ പ്രദേശത്തേക്കൊക്കെ വരുന്നവരെ വ്യാപകമായ തോതിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് പോലീസ് ഇപ്പോൾ കടത്തിവിടുക പോലും ചെയ്യുന്നത്. കാരണം അത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ രാത്രി ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലുമൊക്കെ ഈ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ പല മേഖലകളിലും ചെറിയ തോതിലൊക്കെ ഉള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഡൽഹിയിലെ ക്രമസമാധാന പാലനത്തിനായി ഇപ്പോൾ കൂടുതൽ കേന്ദ്രസേന വിന്യാസത്തിന് ഇപ്പോൾ സർക്കാർ തയ്യാറെടുക്കുന്നത്. ഏതായാലും നിലവിൽ രാവിലെ സമാധാനപൂർണ്ണമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് പാർലമെന്റിനുള്ളിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതിനു പുറമെ പാർലമെന്റിന് പുറത്തും ഈ പ്രതിഷേധം വളരെ കടുക്കുവാനാണ് ഇന്ന് സാധ്യത. അതിനുള്ള ഒരു അതിക്രമത്തിലേക്ക് അല്ലെങ്കിൽ സമാധാനം വെടിഞ്ഞാൽ ഈ സമരത്തിന്റെ ഭാവിയെ തന്നെ, ഉദ്ദേശശുദ്ധിയെ തന്നെ അത് ബാധിക്കുന്ന തലത്തിലേക്ക് പോകുന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ CJPയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മുന്നോട്ടുള്ള പരിപാടികൾ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? CJP ഈ സമരത്തിൽ നിന്ന് ഒരു പിന്നോക്കം പോകില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമാണ്. ആ രാജി ഉണ്ടാകുന്നത് വരെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് CJP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസും അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പറയുന്നത് CJPയുടെ ഈ സമരത്തിന് കൂടുതൽ പിന്തുണ അവർക്ക് ലഭിക്കുന്നുവെന്നാണ് അവരുടെ പൊതുവിലയിരുത്തൽ. കാരണം ഇന്നലെ പല രാഷ്ട്രീയ നേതാക്കളും ഈ സമരവേദിയിലേക്ക് എത്തിയിരുന്നു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഇന്നലെ ഈ ജന്തർ മന്ദറിലെ സമരവേദിയിൽ എത്തിയിരുന്നു. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇന്നോ നാളെയോ ഈ ഡൽഹിയിലെ ഈ CJPയുടെ സമരവേദിയിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ സമരത്തിന് പൊതുവെ ഒരു വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ CJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒരു അനുനയത്തിനും തയ്യാറല്ല എന്ന സൂചനകളാണ് ഇപ്പോൾ CJPയും ഇടത് വിദ്യാർത്ഥി സംഘടനകളും നൽകുന്നത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള മറ്റേത് വിഷയത്തിലും ചർച്ചയാകാം, മറ്റേത് ആവശ്യവും അനുഭവപൂർവ്വം പരിഗണിക്കാം. ഇതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ രാത്രി ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നിരുന്നു. ഈ നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന സോനം വാങ്ചുക്കിനെ ഇന്നലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്നും ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മേദാന്തയിലെത്തി 2 കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കിനെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ
പരിശോധിക്കുന്നതിനായാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഈ മേദാന്തയിൽ എത്തിയതെന്നാണ് ഔദ്യോഗികമായി വിശദീകരിക്കപ്പെടുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സോനം വാങ്ചുക്കിനോട് ഈ സമരത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹവുമായുള്ള ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാർ ഏർപ്പെട്ടിരുന്നുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ CJP അയഞ്ഞാലും കോൺഗ്രസ് അയയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമാണ്. ആ രാജിയിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.